കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിലൊരു ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ അരി കുതിർക്കാനും അരക്കാനും ഒക്കെ മറന്നു പോയാലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ രുചിയുള്ള ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് മാവ് തയ്യാറാക്കി ഉടനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കാം. അപ്പോൾ 1 കപ്പ് പത്തിരിപ്പൊടി, അതായത് ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വറുത്ത അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും എടുക്കാം, ഗോതമ്പ് പൊടിയായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അത് ദോശ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ, അതായത് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ വെള്ളം പോരാ, ഇതിപ്പോൾ ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കി വെച്ച 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ 2ാമത്തെ കപ്പ് വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പാകത്തിൽ കിട്ടും. കാരണം ലൂസായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ഒരു തിക്നെസ്സിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ ചോറാണ് എപ്പോഴും ചേർക്കാറുള്ളത്. ഇന്ന് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് നെയ്ച്ചോറ് മാത്രമാണ്. പിന്നെ നെയ്ച്ചോറ് ചേർത്താൽ ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഏത് ദോശയ്ക്ക്, ഉഴുന്ന ദോശയ്ക്കല്ല, നമ്മുടെ സാധാരണ പച്ചരി ദോശ ഉണ്ടല്ലോ കണ്ണൂർ സ്റ്റൈൽ, അതിലൊക്കെ നെയ്ച്ചോറ് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സാധാ ചോറാണെങ്കിലും ചേർക്കുക. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ നെയ്ച്ചോറാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചോറ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവുണ്ടല്ലോ, അതും കൂടി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ല മിനുസായിട്ടങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഉഴുന്ന ദോശക്കൊക്കെ തയ്യാറാക്കുന്ന മാവുണ്ടല്ലോ, അത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിത് ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ച് പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തുന്നതിന് മുന്നേ ഇതിൽ നെയ്യൊന്നും തടവണ്ട. അപ്പോൾ ഇതാ ഒരു വലിയ സ്പൂൺ മാവ് ഒഴിച്ച് നേരിയതായിട്ട്, നമ്മൾ മസാല ദോശയുടെ ഒക്കെ അല്ലെങ്കിൽ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ നേരിയതായിട്ടങ്ങ് പരത്തി കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉഴുന്ന ദോശ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല സ്പോഞ്ച് പോലെ ഉഴുന്ന ദോശയുടെ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ദോശയുടെ എല്ലാ ഭാഗത്തും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദോശ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിരിക്കുകയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നമ്മുടെ നെയ് റോസ്റ്റൊക്കെ പോലെ തന്നെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. എന്നാൽ നമ്മളിത് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും അത് തണുത്ത് പോകും കേട്ടോ. നമ്മൾ ഉഴുന്ന ദോശയൊക്കെ മസാല ദോശയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുത്ത് പോകുമല്ലോ, അതുപോലെ തന്നെയാണ്. ചുട്ട ഉടനെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇത് നമ്മുടെ ദോശ മുഴുവനും ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ്. ഒരു ദോശ റെഡിയാവാൻ വേണ്ടിയിട്ടൊരു 1.5 മിനിറ്റ് സമയം മാത്രം മതിയാവും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ദോശ മുഴുവനും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചുട്ടിട്ട് കുറച്ച് സമയമായി. നമ്മൾ ചുടുന്തോറും കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ കുറച്ച് സമയമായി, അതുകൊണ്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണെങ്കിലും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ദോശയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അരി കുതിർക്കാനും അരക്കാനും ഒക്കെ മറന്നാലും പ്രശ്നമില്ല, ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്